ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു പൊടി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. പുട്ടുപൊടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിത് പുഴുങ്ങലരിയാണ് എടുത്തത്. ഒരു കപ്പോളം പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് നമ്മുടെ നാട്ടിലെ റേഷൻ കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സെയിം അരിയാണ് കേട്ടോ. ഇത് ഗൾഫിലൊക്കെ ഈ ഒരു അരി കൊണ്ടാണ് നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുന്നത്. അധികം ആൾ ഈ ഒരു അരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം കുതിർത്ത് വെക്കണം. 1 മണിക്കൂറെങ്കിലും കുതിർത്ത് എടുക്കണം. കുതിർത്തിയ ശേഷം ഞാനിത് അരിപ്പയിലേക്ക് ഇട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിങ്ങനെ തൊടുന്ന സമയത്ത് പൊടിഞ്ഞ് നിൽക്കുന്ന അത്രയും ആയിട്ട് കിട്ടണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ചെടുക്കാൻ നല്ല ഈസി ആയിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുമ്പം സമയത്ത് ഇത് പൊടിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുതിർത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ എളുപ്പത്തിൽ കുതിർന്ന് കിട്ടും കേട്ടോ. പൊടിച്ച് കിട്ടും. അപ്പോൾ ഇതുപോലെ ആക്കിയ ശേഷം നമുക്കിത് ഒന്ന് ഉണക്കാൻ വെക്കാം. പുട്ടുപൊടിയൊക്കെ നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പക്ഷേ എല്ലാത്തിലും മായമാണ്. ഒന്നും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നില്ല. മായ ഇല്ലാത്ത ഒരു പൊടികളും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ വിചാരിച്ച് ഞങ്ങൾ മായ ഇല്ലാത്ത കുറച്ച് പൊടികൾ ഉണ്ടാക്കിയിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ഈ ഒരു പുട്ടുപൊടിയാണ് സെലക്ട് ചെയ്തത്. കാരണം നമ്മൾ അധികം യൂസ് ആക്കുന്നത് തന്നെ അല്ലേ പുട്ടുപൊടി, ഒരുപാട് നമ്മൾ യൂസ് ആക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ പുട്ടുപൊടി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതും നമ്മൾക്ക് എല്ലാ കാര്യത്തിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പുട്ടുപൊടി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഇതിങ്ങനെ തൊടുന്ന സമയത്ത് നമ്മളെ കയ്യിലേക്ക് ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു അരി എടുക്കുന്നത്. നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാകുമ്പോൾ ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സിയിലെ ചെറിയ ജാറിലോട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അരിയൊക്കെ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി പൊടിച്ചെടുക്കാം. നമ്മളിത് ചെറിയ ജാറിലിടുന്നതുകൊണ്ട് തന്നെ കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുത്ത് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ ചെറിയ ഒരു നനവോട് കൂടിയിട്ടായിരിക്കും ഇപ്പോൾ ഉണ്ടാകുക. ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ അത് കേടാവും. അപ്പോൾ ഇത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. നല്ല രീതിയിൽ ചൂടാക്കി അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ല ഇതിൽ പോയി കിട്ടണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്കിത് കുറേ നാൾ ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നമുക്കിതായി ഒരു വലിയ പാത്രത്തിലേക്കിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതുമാത്രമല്ല, ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പുട്ടും നല്ല സോഫ്റ്റ് ആയിരിക്കും. ഉറപ്പാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഈ ഒരു പുഴുങ്ങലരി കൊണ്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റുള്ള പുട്ട് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വറുക്കുന്ന സമയത്ത് ഇതിൽ കട്ട പോലത്തെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊടിഞ്ഞ് കിട്ടുന്നത് വരെ നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ട് എങ്ങനെ ചുട്ടെടുക്കുന്നതെന്നും കൂടി കാണിച്ചു തരാമെന്ന്. പുട്ട് ചുടുന്നതൊക്കെ അധികം ആൾക്കും അറിയുന്നതായിരിക്കും, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നമ്മളിത് വീട്ടിൽ നിന്ന് പൊടിക്കുന്ന പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല. കുറഞ്ഞ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് മിക്സാക്കി എടുക്കേണ്ടത്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പാക്കറ്റിൽ വാങ്ങുന്നതാണെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചെങ്കിൽ അതിൽ ആ ഒരു സോഫ്റ്റ് കിട്ടും. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് കൈ കൊണ്ട് മിക്സാക്കി എടുക്കണം. ഇതൊരു ചാലഞ്ച് വീഡിയോ ആണ് കേട്ടോ. മായമില്ലാത്ത പൊടികൾ ചെയ്യുന്നതിൻ്റെ ഒരു ചാലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഗരം മസാല, മന്തി മസാല, ഹോർലിക്സ്, സിർലാക്ക് അങ്ങനെ ഒരുപാട് പൊടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾ താല്പര്യമുള്ളവർ അത് കണ്ടോക്കെ. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സാക്കിയ ശേഷം ഒരു 5 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 5 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു കട്ടയായിട്ട് നിൽക്കുന്ന അത്രയും വെള്ളത്തിൻ്റെ അംശമാണ് കേട്ടോ നമ്മളെ പുട്ട് പൊടിക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് കുറ്റിയിലോട്ട് നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലോട്ട് തേങ്ങ ഇട്ട് അങ്ങനെയാണ് നമ്മൾ പുട്ട് ഉണ്ടാക്കുന്നത്. ഇനി ഇത് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ആവി വന്നതിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ട് തന്നെയാണ്.
പുട്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ ഉപ്പും വെള്ളവും പാകമായി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.